പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 29 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവമേ, നന്മയ്ക്കായി ഒരടയാളം തരണമേ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 ശമൂവേൽ 10-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക, ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം നന്മയുടെ അടയാളങ്ങൾ, ദൈവം കൂടെയുള്ളത് തെളിയിക്കുന്ന രീതിയിൽ അടയാളങ്ങൾ വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അടയാളങ്ങൾ എന്തിനു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, മനുഷ്യർ ബലഹീനരും, ഹല്ലേലൂയ, തൻ്റെ ഭക്തന്മാർ മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിനെ ആണ് അടയാളം എന്ന് വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് വേണ്ടി 7-ാമത്തെ പ്രാവശ്യം ഇതാ കടലിൽ നിന്ന് കൈപ്പത്തിയുടെ രൂപത്തിൽ മഴയുടെ മേഘം പൊങ്ങുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇനി നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പറ്റാതെ മറുപടിയില്ലാത്ത വിഷയങ്ങളിൽ എൻ്റെ ദൈവം നന്മയ്ക്കായി ഒരു അടയാളം ചെയ്യാൻ പോകുകയാണ്. നാം ഇന്ന് പ്രാരംഭമായി വായിച്ചു കേട്ട വാക്യത്തിന്റെ പ്രത്യേകത, അലിയ ശൗലിനോട് പ്രവാചകൻ സംസാരിക്കുന്ന വാക്യമാണ്. ശൗല് തന്റെ അപ്പന്റെ കാണാതെ പോയ കഴുതയെ തേടി കണ്ടുപിടിക്കേണ്ടതിന് വേണ്ടി അപ്പന്റെ ഭൃത്യനുമായി അലുയ അവർ അന്വേഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതാ അലുയ ദൈവപുരുഷന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയും പ്രവാചകൻ അവനോട് പറയുകയാണ്, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ശക്തിയോട് വെളിപ്പെട്ടിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും നീ ആൾമാറിയവരെ പോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക, ദൈവം നിന്റെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ശൗലും തന്റെ അപ്പന്റെ ഭൃത്യനും കാണാതെ പോയ തന്റെ കഴുതയെ കണ്ടുകിട്ടേണ്ടതിന് വരുമ്പോഴാണ് തന്റെ മേളിൽ വെളിപ്പെടാനുള്ള ദൈവിക ദൗത്യത്തെക്കുറിച്ച് താൻ അറിയുന്നത്, താൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ തകർച്ചയിൽ, നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ ശൂന്യതയിൽ ദൈവം നിങ്ങളെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചില നന്മയുടെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിഥി സൽക്കാരമായ വീഞ്ഞ് അവിടെ 3-ാം നാൾ തീർന്നു പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവിടെ അവർക്കത് തിന്മയായിട്ട് തീരുകയല്ല. ദൈവം അടയാളങ്ങളുടെ ആരംഭമായി തന്റെ
മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ഭവനത്തിൽ ചില തകർച്ചകളും വിഷമങ്ങളും വേദനകളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ തമ്പുരാൻ ചില അടയാളങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 86-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്കും കൂടെ കടന്നു വരാം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണമേ. യഹോവേ, നീ എന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും സേവിക്കുന്ന വിളിക്കുന്ന ദൈവത്തോട് നിങ്ങൾക്കും എനിക്കും മുമ്പോട്ട് ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ ആത്മാവിൽ നിറഞ്ഞു മുമ്പോട്ട് പോകേണ്ടതിനായിട്ട് പകയ്ക്കുന്നവരുടെ നടുവിൽ, നിന്ദിക്കുന്നവരുടെ നടുവിൽ നന്മയ്ക്കൊരു അടയാളം ചോദിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവം അടയാളങ്ങൾ വെക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചുകൊണ്ടൊരു നന്മയുടെ അടയാളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് നന്മയുടെ അടയാളം ഈ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമേ. അങ്ങ് കൂടെ ഉണ്ടെന്ന് തെളിയിക്കണമേ അപ്പ. ഒരത്ഭുതം ഈ പ്രഭാതത്തിൽ ഇവർക്ക് വേണ്ടി ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്നവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വേഗത്തിൽ കോൺടാക്ട് ചെയ്താട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയും അതേപോലെ ഒരു ഗുഡ് ന്യൂസ് എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ആയിരങ്ങൾക്ക് വിടുതൽ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ പ്രഭാതം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.